അതാ നിർത്തിക്ക ഇവിടെയാണോ? ഇതിലേതാ ഒന്നാണ്. നീ ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചാ ഫോൺ എടുക്കലടാ, അതല്ലേ മെയിൻ പ്രശ്നം. റിങ്ങേ ഉള്ളു, എടുക്കുന്നില്ല. ഹലോ, എത്ര നാളായി കണ്ടിട്ട്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അല്ല നീ എന്താ ഇവിടെ? എടാ ഞാനിപ്പോ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ PG ആണ്. എന്റെ പിന്നെ കെമിസ്ട്രി ആണോ? കെമിസ്ട്രി ഇട്ടൊരു കളി ഇല്ലല്ലോ. എന്റെ പൊന്നു വർഷം എങ്ങനെ സാധിക്കുന്നു? സമ്മതിച്ചു. എടി ആയോ? ഫ്രണ്ടാ? ആ ഫ്രണ്ടാ. സിംഗിൾ അല്ല, കമ്മിറ്റഡാ. ഹായ്. എടി ഇതെന്റെ കസിനാ, എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു. അപ്പൊ ശരി, ഞങ്ങളേക്ക് ഇറങ്ങട്ടെ. പോവാണോ? ഓക്കെ. എടി ഞാനേ ചിലപ്പോൾ നാളെ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, എൻ്റെ സപ്ലിയുടെ ഫീസ് അടയ്ക്കാനായിട്ട്. ഞാൻ വരുമ്പോൾ വിളിക്കാം. വേണമെന്നില്ല, നല്ലൊരു ആചാരത്തിന് വിളിച്ചു. ഇതൊരു ഫ്രണ്ടാ. ആ, രാഹുൽ. ഹലോ. ശരി ശരി, ബൈ. ആ പിന്നെ നിന്റെ പഴയ എക്സ് ലവർ ചിഞ്ചനെ വിളിച്ചായിരുന്നു കേട്ടോ, നിന്റെ നമ്പർ ചോദിച്ചു. കൊടുത്തിട്ടില്ല. ഓക്കെ ബൈ. ബൈ. അമ്മയും തിരക്കിന്ന് പറഞ്ഞേക്കെ. ഓക്കെ ബൈ. ബൈ മില. വർഷമല്ലേ? അതെ, അതേ വർഷം തന്നെ. നീയേ അന്ന് അവള് പോലും അറിയാതെ അവളുടെ പുറകെ നടന്ന് കളഞ്ഞ സമയത്ത് അവളുടെ വാ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ആരോട് പറയും? അവളിപ്പോ കമ്മിറ്റഡ് ആയി കാണും. ലുക്ക് വെച്ചിട്ട് സാധ്യതയുണ്ട്. ഇനി എങ്ങനെ ഇല്ലെങ്കിലും എടാ ഇല്ലെങ്കിൽ എനിക്ക് ആ പഴയ ഇഷ്ടത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല. പിന്നെ ഞാൻ കോയമ്പത്തൂർ പോയി നിന്ന ടൈമിൽ ആ ടച്ച് വിട്ട് പോയെന്നേ ഉള്ളൂ. കണ്ടപ്പോ പഴയ സ്പാർക്ക് ഒന്ന് തിരിച്ചു വന്ന പോലെ. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നാളെ യൂണിവേഴ്സിറ്റി പോകുമ്പോഴേ നീ കൂടെ വാ. വണ്ടി നീ എടുക്കണം, പെട്രോളും നീ അടിക്കണം. അതൊക്കെ ഞാൻ അടിച്ചു തരാം. എൻ്റെ കാര്യമായി പോയില്ലേ, നീ സെറ്റാക്കി തന്നാൽ മതി. സെറ്റാക്കാം. അല്ല നീ എത്ര നാൾ പുറങ്ങാണെന്നാ പറഞ്ഞത്? 1.5 വർഷം. കഷ്ടം. അതെ, ഇതൊന്ന് വിളിക്കുമോ? ഇന്നിങ്ങനെ നടക്കുമോ? അക്ഷേ, എന്താ നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? സപ്ലി എല്ലാം സെറ്റാ. അടുത്ത സപ്ലിക്ക് നമ്മളെല്ലാം പിടിക്കും. കണ്ടറിയാം, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ കേൾക്കുന്നത്. എടി ഇത് രാഹുൽ, എൻ്റെ ഫ്രണ്ട്. നീ ആ ഇന്നലെ കണ്ടില്ലേ? ഇവിടെ വർക്ക് ചെയ്യണേ? പിന്നെന്താ, ക്ലാസ് കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞു. ഞാനിപ്പോ ലഞ്ച് ബ്രേക്ക് വേണ്ടിട്ട് ഇറങ്ങിയതാ. ഇനി എന്താ പരിപാടി? ഇനിയെന്താ പരിപാടി? ഇനി കഴിക്കണം, പോണം, ഉറങ്ങണം, ഇതൊക്കെ തന്നെ. ഇവനെ ഇനി പരിചയം? ഞാനും 10th വരെ ഒരുമിച്ച് ഓടിച്ചതാ. വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്ക് കണ്ട് നല്ല പരിചയം. അതെ, വീട്ടിൽ പോകണ്ടേ? ഇറങ്ങാല്ലേ? അപ്പൊ ശരി, ഞാൻ ആ വഴിക്കാം. ഓക്കെ ബൈ. കാണാം. ബൈഡാ സ്റ്റീഫ. ബൈ. ശരി. എടോ വിരോധമില്ലെങ്കിൽ തന്നെ നമ്പറും തരാമോ? അതിനെന്താ, നോട്ട് ചെയ്തോ. 96725972. ആ ശരി. ബൈ. എനിക്ക് താൻ സർപ്രൈസ് ആവുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്താ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ തന്നെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. പോടോ, അങ്ങനെയാണ്. ഞാൻ അറിയില്ലേ? താൻ അറിഞ്ഞില്ല, ഞാൻ അറിയിച്ചതുമില്ല. +2 ആനുവൽ ഡേക്ക് താനായിരുന്നില്ല ആങ്കറിങ് ചെയ്തേ? അന്ന് താനൊരു ബ്ലൂ കളർ ഷിഫോൺ സാരിയിൽ കൊടുത്തിരുന്നത്. ശരിക്കും? അന്ന് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അന്ന് മുതലേ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം. എന്നാലും ഞാനൊരു ഹോപ്പ് വയ്ക്കുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ?
കോക്കുമ്മച്ചനൊക്കെ അവിടെ ഇരിക്കുന്ന കൊള്ളാം. അവസാനം കരയാതിരുന്നാ മതി. എനിക്കത്രേ ഉള്ളൂ. ശരി, പിന്നെ എന്ത് ചെയ്യുക? ഞാൻ ഗാർഡനിങ് ഒക്കെ ആയിട്ട് ചെറിയ 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 പരിപാടി. നീ അവിടെ എന്താ പരിപാടി? ഇവിടെ ഒന്നുമില്ലടോ, ഞാൻ വെറുതെ. എടാ, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല 2 ദിവസമായിട്ട്. മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈയും ഇല്ല. നിന്റെ അടുത്തെല്ലാം പറഞ്ഞായിരുന്നു? എടാ അത് അവള് നിന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇല്ല, എൻ്റെ അടുത്ത് വേറൊന്നും പറഞ്ഞില്ല. എക്സാമാണ്, 2 ദിവസം ഓൺലൈൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ വിളിച്ചിട്ടൊരു വിവരവും ഇല്ല. അതാ പിന്നെ ടെൻഷനായിട്ട് നിന്നെ വിളിച്ചേ. നീ ഒരു കാര്യം ചെയ്യും, അവളെ വീട്ടിലൊന്ന് വിളിച്ചിട്ട് കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറ. എനിക്കെന്തോ മിണ്ടാതിരുന്നിട്ട് ഒരുമാതിരി. എടാ അതേപോലെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവൾ ഇന്നലെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. നീ ഒന്ന് ചുമ്മാ തമാശ ഒന്നും പറയാതെ. എടാ ഇന്നലെയാണ് പോയത്. ആളവളുടെ മുൻ കാമുകൻ തന്നെ. അവർ തമ്മിൽ എന്താണ്ടോ ക്ലാഷ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് നിൻ്റെ എൻട്രി. അതായിരിക്കും ചിലപ്പോൾ നിന്നോട് അവൾ കൂടുതൽ സംസാരിച്ചത്. അവളുടെ വീട്ടിൽ കല്യാണാലോചനയൊക്കെ തുടങ്ങിയായിരുന്നു. ചിലപ്പോൾ അതായിരിക്കും പെട്ടെന്ന് അവരിങ്ങനെ അവൻ്റെ കൂടെ. എടാ എക്കിപ്പിന്നെ അവക്കതിൻ്റെ അടുത്ത് പറഞ്ഞോളായിരുന്നാടാ. രാത്രിയും പകലൊന്നും ഇല്ലാതെ ഞാൻ അവിടെ സംസാരിച്ചിരുന്നല്ലേ. ഇതിപ്പോ എടാ എൻ്റെ അടുത്ത് അവളൊന്നും പറഞ്ഞില്ലല്ലോടാ. ഞാൻ വെറും വാഴയായി പോയില്ലടാ. സാരല്ലടാ, ഞാനാ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയത്. അവൾ അന്നേ പറഞ്ഞതാ, ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി. ഞാൻ വെറുതെ കാട് കയറി ചിന്തിച്ച്. എടാ ഇപ്പം ചെറിയൊരു സങ്കടം ഉണ്ടടാ. അത് മാറുമായിരിക്കും. ഇത്രയും നാളും സംസാരിച്ചുകൊണ്ടിരുന്നില്ലടാ. അത് മാറിക്കോളും. നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഹലോ ഹലോ